ഹാ നിൽക്കടി. അതെ, നമ്മുടെ ഈ ടോം ആൻഡ് ജെറി കളി അവസാനിപ്പിക്കാനായില്ല ഇനിയും. ഞാൻ വീട്ടിലേക്ക് വരാനായോ? ഈ കാന്താരി മുളകിന് എനിക്ക് തരാൻ പറയാൻ. മാളു അവനെ നോക്കാതെ മിഴികൾ നിലത്തൂന്നി നിന്നു. ആഹാ, എൻ്റെ പെണ്ണിന് നാണമൊക്കെ ഉണ്ടോ? നോക്കട്ടെ, ആ മുഖം ഒന്ന് കാണട്ടെ. മാളു അവനെ നോക്കാതെ മുഖം പതി അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. അവൻ അവളുടെ മൂർത്താവിൽ ഉമ്മ വെച്ച് അവളെ കെട്ടിപ്പിടിച്ച് നിന്നു. മാളു അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. ആ ദി പട്ടിക്കുട്ടി, നീ എന്നെ കടിച്ചു അല്ലേ? അവൾ അവനെ തള്ളി മാറ്റി വേഗം പുറത്തേക്ക് ഓടി. നിൽക്കടിയോടെ. അവനവളുടെ പിന്നാലെ ഓടി. പെട്ടെന്ന് ശങ്കരനെയും ലക്ഷ്മിയെയും കണ്ട് അവർ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ഓ, നിങ്ങൾക്ക് ഇനിയും അടി നിർത്താനായില്ലേ? ശങ്കറും ലക്ഷ്മി അവരെ കണ്ട് ചോദിച്ചു. വാവാച്ചിയുടെ പിന്നെ മുഖത്ത് കേക്കായില്ലല്ലോ അല്ലേ? സൂരജ് മെല്ലെ പരിങ്ങി ചോദിച്ചു. ഏയ് തീരെ ഇല്ല, അതുകൊണ്ട് മുഖം കഴുകാൻ പോയതാ. ഞാൻ ഇറങ്ങട്ടെ, ശിവയെന്ന് കാണണം. അവൻ ശിവയുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ശക്തി ശിവയുടെ കൈ തട്ടി മാറ്റി. എന്നെ പിടിക്കണ്ട, എന്നെ കളിയാക്കിയില്ലേ? അയ്യോ സോറി, പോരെ. ഞാൻ മുഖം കഴുകിയിട്ട് വരാം. അങ്ങനെ കഴുകിയാൽ പോകില്ല, ആദ്യം ക്രീമൊക്കെ തുടക്കണം. ഇങ്ങ് വാ, ഏട്ടൻ തുടച്ചു തരാം. വേണ്ട, ഞാൻ തുടക്കാം. പെണങ്ങല്ലേ ചക്കരെ, ഇങ്ങ് വാ. അവനവളെ അവൻ്റെ കൈക്കുള്ളിലാക്കി പതിയെ അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകളും നാവുമെല്ലാം അവളുടെ മുഖത്തൂടെ ഓടി നടന്നു. ശക്തി ഭാരം നഷ്ടപ്പെട്ട ഒരു അപ്പൂപ്പൻ താടി പോലെ പൊന്തുന്നതായി തോന്നി. വാവാച്ചി എന്ന് വിളിച്ച് സൂരജ് വരുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും ശക്തി ശിവയിൽ നിന്ന് വിട്ടുമാറി നിന്നു. വാവാച്ചി! സൂരജ് റൂമിന്റെ ഡോറിൽ അവിടെ നിന്ന് വിളിച്ചു. സോറി വാവാച്ചി, ഞാൻ ആ പോത്തിനെയാണ് കേക്കിൽ മുക്കാൻ നോക്കിയത്. അവൾ നിന്നെ മുമ്പിലേക്ക് ആക്കുമെന്ന് കരുതിയില്ല. സാരില്ല. ശക്തി ഒന്ന് പരിങ്ങി കളിച്ചു. ഞാൻ മുഖം കഴുകിയിട്ട് വരാം. അവൾ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി. ശിവ അവൾ പോയ വഴിയെ നോക്കി ചിരിച്ചു. മുഖം കഴുകിയില്ല ഇതുവരെ? നിന്റെ മുഖത്ത് എനിക്ക് കേക്കൊന്നുമില്ലല്ലോ. ശക്തി മറുപടിയൊന്നും പറയാതെ വേഗം ബാത്റൂമിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് സൂരജ് ശിവയുടെ ചുണ്ടിലും താടിയിലൊക്കെയുള്ള ക്രീം ശ്രദ്ധിച്ച്. എന്തുവാടേ, എൻ്റെ പെങ്ങളെ നീ കൊല്ലോ? അവൾ സോപ്പിട്ട് കഴിയാൽ പോലും ഇത്രക്ക് വൃത്തിയാവില്ലല്ലോ മുഖം. ശിവ അവനെ തുറിച്ചൊന്ന് നോക്കി. എന്താടാ നിനക്ക്? ബോബന് മോളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും നീയുണ്ടല്ലോ. എപ്പോൾ വന്നു കയറി ഇവിടെ? ആ അതൊക്കെ 11:30 എത്തി. അപ്പോൾ ശരി, നാളെ കാണാം. ബൈക്ക് ഗേറ്റിന് പുറത്തിരിക്കുക. പിന്നെ നാളെ അവനെ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. കറക്റ്റ് സമയത്തിന് വന്നില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഞാൻ, പറഞ്ഞേക്കാം. അപ്പോഴേക്കും ശക്തി ഇറങ്ങി വന്നു. ഞാനിനി ഇപ്പോൾ വീട്ടിൽ പോയി ഉറങ്ങി. രാവിലെ എണീറ്റ് എന്തൊക്കെ ജോലിയാ. മാത്രമല്ല നല്ല ക്ഷീണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടേ. വാജി നാളെ ഓഫീസിൽ ലേറ്റായി എന്നെ വഴക്ക് പറയില്ലെന്നൊന്ന് പറയും. അവനറിയാം ശക്തി പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന്. ദേവേട്ടാ പാവല്ലേ, സൂര്യേട്ടനൊന്നും പറയല്ലേ കേട്ടോ. ശിവ സൂരജിനെ തറപ്പിച്ച് നോക്കി. ശരി, അധികം ലേറ്റാവരുത്. ഏയ് ഇല്ല. അപ്പം ശരി, രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ്. അനുഭാവച്ചി താങ്ക്സ്. ശിവ ഡോറടിച്ച് ശക്തികരിയിലേക്ക് നടന്നു. അരയിലൂടെ കൈയിട്ട് അവളെ അടുപ്പിച്ചു. എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായ ദേവേട്ടാ? എൻ്റെ മോള് തരുന്നല്ല എനിക്ക് പ്രിയപ്പെട്ടതല്ലേ? അവൻ പതിയെ അവളുടെ തലയിൽ തലോടി. എന്നോട് ദേഷ്യമുണ്ടോടാ? എന്തിന്? എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി പുറത്തു പോയത് അറിയാതെയാണെങ്കിലും ഞാൻ തള്ളിപ്പോയല്ലോ. ഞാൻ എൻ്റെ ഏട്ടൻ്റെ അല്ലേ? ഏട്ടൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ തല്ലാനും തലോടാനും അവകാശമുള്ള ആളല്ലേ? ശിവ ചിരിച്ചുകൊണ്ട് അവളെ എടുത്തുയർത്തി മുഖത്തിന് നേരെ അവളുടെ മുഖം കൊണ്ടുവന്നു. ഐ ലവ് യു മോളെ. അവൻ്റെ കണ്ണിൽ വിരിയുന്ന പ്രണയത്തിൽ അവൾ ഉരുകിയില്ലാതാവുന്ന പോലെ തോന്നി ശക്തിക്ക്. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കവിളിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് നിന്നു. അവളുടെ ഗന്ധം തൻ്റെ സിരകളെ ചൂട് പിടിപ്പിക്കുന്നതായി അവന് തോന്നി. അവളെ പതിയെ കട്ടിലേക്കിടത്തി അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു. ശക്തി ചിരിച്ചുകൊണ്ട് അവളുടെ കൈകളിലേക്ക് നോക്കി. ഞാൻ ശ്രദ്ധിച്ചോളാടാ, പ്ലീസ് മോളെ, എനിക്ക് നിന്നെ വേണം. അവൻ പതിയെ അവളിലേക്ക് അമർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൻ്റെ പ്രണയം അവൾക്കായി പകർന്നു നൽകി. രാത്രിയുടെ യാമങ്ങളിൽ അവൻ്റെ പ്രണയം അവളിൽ പെയ്തു തീർത്തതിൻ്റെ കിതപ്പോടെ അവളുടെ കഴുത്തിലേക്ക് തന്നെ അവൻ മുഖം ചേർത്ത് കിടന്നു. ശ്വാസഗതി നേരെയായപ്പോൾ അവളെ തിരിച്ച് നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇടത്തി തൻ്റെ ചുണ്ടുകളും നാവുമെല്ലാം ഓടി നടന്ന് അവളുടെ മുഖം തുടച്ചു കൊടുത്തു. തളർന്നു കിടക്കുന്ന അവളെ പതിയെ തലോടി ഉറക്കിയതിന് ശേഷം അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ശക്തിയുടെ എക്സാമെല്ലാം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിച്ചു. അതിനിടയിൽ ശിവയ്ക്ക് ഇടയ്ക്കിടെ ഫോണിൽ ഓരോ സന്ദേശങ്ങൾ വന്നു തുടങ്ങി, എല്ലാം ശക്തിയെക്കുറിച്ച്. അത് കാണുമ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയായി. അവൻ്റെ സംശയങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കൂടുതൽ തെളിവിനായി അവനും അലക്സിയും സൂരജുമെല്ലാം വെയിറ്റ് ചെയ്തു. സൂരജിനോട് ഇതിനകം ശിവ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഒരു ദിവസം ശിവയ്ക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. നിന്നിൽ അടിമപ്പെട്ടു പോയ അവളെ ശിക്ഷിക്കാൻ ഞാൻ കാത്തു നിൽക്കുകയാ. നിന്റെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, സമയമായി തുടങ്ങിയിരിക്കുന്നു. അവളുടെ രക്തത്താൽ നിന്റെ നെഞ്ചകം ചുവക്കാൻ. അത് കണ്ടതും ശിവയ്ക്ക് നിയന്ത്രിക്കാനായില്ല.
അവൻ എണീറ്റ് ടേബിളിലെ ഫ്ലവർ വേസ് എറിഞ്ഞുടച്ചു. ശബ്ദം കേട്ട് മൂർത്തി അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്ത് പറ്റി മോനെ? അവൻ മറുപടിയൊന്നും പറയാതെ അവിടുന്ന് ഇറങ്ങി. ഫോൺ എടുത്ത് അലക്സിയെ വിളിച്ച് കാര്യം പറഞ്ഞു. എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാനാവില്ല അലക്സി. അവനാണോ ഇതിന് പിന്നിലും തെളിക്കാൻ എനിക്കറിയാം. അവനെൻ്റെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി. ശിവ, നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. അവനാണോ എന്ന് നിന്റെ സംശയം മാത്രമാണ്. അതിനുവേണ്ട തെളിവുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചുമ്മാതിരിക്കുകയാണെന്നാണോ നീ കരുതിയത്? എടാ, ഞാൻ എൻ്റെ മോള്, അവൾക്ക് എന്തെങ്കിലും, അവൾക്കൊന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ ശിവ? പിന്നെ അവനല്ല ശരിക്കും ഇതിൻ്റെ പിന്നിൽ. അവനെ മുന്നിൽ നിർത്തി കളിക്കുകയാണ്. നിന്നെ തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. അവനെ കിട്ടി അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൂടെ? പാടില്ല. അവന് നമ്മൾ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ അവർ കളി മാറ്റും. അത് ശക്തിയുടെ ജീവന് തന്നെ ആപത്താണ്. ഇതുവരെയും നമുക്ക് ആളെ മനസ്സിലായില്ലെന്ന് കരുതിയാൽ അവർ നമുക്ക് മുമ്പിലേക്ക് വരാത്തത്. അതുവരെ അവർ ശക്തിയൊന്നും ചെയ്യില്ല. അവനെ മുൻനിർത്തി തന്നെ നമുക്ക് മറ്റവനെ പൂട്ടണം. കുറച്ച് ദിവസം കൂടെ നീ വെയിറ്റ് ചെയ്യേ. പിറ്റേ ദിവസം അവധിയായതിനാൽ ശിവ വീട്ടിൽ തന്നെയായിരുന്നു. അവധിയായതിനാൽ തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. മാളുവും സൂരജുമെല്ലാം. എല്ലാവരും കൂടെ പുറത്തെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. ജോലി കൂടുതലുള്ളതുകൊണ്ട് സൂരജിനെ വിളിച്ചു വരുത്തിയാണ് ശിവ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ശിവ ലാപ്ടോപ്പിൽ ഓരോന്ന് ചെയ്ത് സൂരജിനെ നോക്കി. ശക്തിയും മാളും അച്ഛനും സൂരജും കൂടെ ലൂഡോ ബോർഡ് കളിക്കുകയാണ്. ശിവ, ഡാ വന്ന് ജോലിയടാ. വന്നപ്പോൾ തുടങ്ങിയല്ലേ കളി? ഇവിടെ ജീവന്മാരുടെ പോരാട്ടം നടക്കുക. അതിൻ്റെ ഇടയിലാ ജോലി. ഞാൻ വന്നാൽ നിങ്ങളുടെ ലൂഡോ ബോർഡ് അപ്പുറത്തെ തൊടിയിലെത്തും. ആടാ, വാവജിക്ക് ഒരു സന്തോഷമായിക്കോടെന്ന് കരുതിയാ ഞങ്ങളെല്ലാവരും കളിക്കാതിരിക്കുന്നത്. അവിടെ മനസ്സ് വിഷമിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു എനിക്ക് ശിവ? അത് കേട്ട് ശക്തി സൂരജിനെ നോക്കി. അത് സാറില്ല ചേട്ടാ, ചേട്ടന് പകരമായിട്ട് അമ്മ വന്നോളൂ. സൂര്യചേട്ടൻ പോയി ജോലി ചെയ്തു. വാവാച്ചി, നീ അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്കറിയാം എൻ്റെ പെങ്ങളുടെ മനസ്സിലെ വിഷമം. എനിക്ക് മതി സംസാരിച്ച് കോൺസെൻട്രേഷൻ പോന്നു. വേഗം കളിക്ക്. ശക്തിയെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ സൂരജ് അവളുടെ തലപിടിച്ച് ബോർഡിലേക്ക് തിരിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് കളി തുടർന്നു. സൂരജുമില്ല അവളോട് പറഞ്ഞു, മുതലാളി ഒരു ചെറ്റയാണ്. ആണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ദേവേ, ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ അടി കളിക്കൻ്റെ വാവാച്ചി. ശിവ ഒന്ന് ദീർഘമായി നിശ്വസിച്ച് ജോലി തുടർന്നു. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവനറിയാം. അവരുടെ കളിയും ചിരിയും കണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയാണ് അവൻ സിറ്റൗട്ടിൽ വന്നിരിക്കുന്നത്. അല്ലാതെ അവനവിടെ വന്നൊന്നും ജോലിയില്ലായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ ജോലി ചെയ്യുന്ന ശിവയെ കണ്ട് ലക്ഷ്മിയുടെ മനസ്സ് നിറഞ്ഞു. ലക്ഷ്മി എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനിടയിലും ശിവയുടെ കണ്ണ് ഇടയ്ക്കിടെ ശക്തിയെ തേടി വരും. ലൂഡോ കളിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ നല്ല അടിയാണ്. സൂരജ്, ഈ കളി അതെനിക്ക് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനുവേണ്ടി ആരും കഷ്ടപ്പെട്ട് കളിക്കണമെന്നില്ല. ശങ്കർ, ഇത് തന്നെയല്ലേടാ കഴിഞ്ഞ 4 കളിൽ നീ പറഞ്ഞ്. എന്നിട്ട് ഒന്നുപോലും ജയിച്ചില്ലല്ലോ. തോറ്റു തൊപ്പിയിട്ടില്ലേ? അത് ഞാൻ കളി ശരിക്കും പഠിച്ചാ. നോയിക്കോ, സൂരജിന്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. മാളു, നീ ഇന്ന് വാചടിക്കാതെ ഒരു കളിയെങ്കിലും ജയിക്കാൻ നോക്ക് മനുഷ്യ. ശക്തി, നീ അങ്ങനെ സൂര്യചേട്ടനെ കളിയാക്കിയൊന്നും വേണ്ട. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. വിവരിക്കേണ്ട കാര്യത്തിൽ വളരെ മുന്നിലാ അല്ലേ ഏട്ടാ? അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കും വാവാച്ചി. അത് കേട്ടതും ശിവയും ലക്ഷ്മിയും കൂടെ ചിരിച്ചുപോയി. പെട്ടെന്ന് സൂര്യ ശക്തിയെ നോക്കി. എന്താ പറഞ്ഞേ? നീ എനിക്കിട്ട് വെച്ചതല്ലേ? പെണ്ണിന് എന്നെ എന്ത് ബഹുമാനായിരുന്നു. ഈ മറുതയുടെ കൂടെ കൂടി നീ എന്നെ ട്രോളി തുടങ്ങിയല്ലേ? അത് ചേട്ടാ, മതി ഇങ്ങോട്ടൊന്നും പണയണ്ട. മാളു, എന്നാലും വാവാച്ചി, വിവരില്ലാത്ത ഇങ്ങനെ വിളിച്ചു പറയാൻ എങ്ങനെ തോന്നി നിനക്ക്? അതും എരുമയെ പോലെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഈ മുഖത്ത് നോക്കി. ഡീ, എരുമയെ പോലെ ഉണ്ടെങ്കിൽ എന്താ? അവന്റെ കഴിവ് കണ്ടില്ലേ? കോവർ കഴിതവരെ തോറ്റ് തൊപ്പിയിടും. അതിൽ നിനക്ക് അഭിമാനിക്കാടാ. സൂരജ് എല്ലാവരുടെ പറച്ചിലും കേട്ട് വായും പൊളിച്ച് ഇന്നുപോയി. അവൻ ദയനീയ ഭാവത്തിൽ ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മി, നിങ്ങൾ കുറേ നേരമായിട്ട് അവനെ പറയുന്നു. അവൻ പൊട്ടനായതുകൊണ്ട് എല്ലാം സഹിക്കുന്നു എന്ന് കരുതി എന്തും ആവാന്നാണോ നിങ്ങളുടെ വിചാരം? അതും കൂടെ കേട്ടതും സൂരജിന്റെ കണ്ണു തള്ളി. കുടുംബത്തോടെ ഇറങ്ങിയേക്കുമല്ലേ? ഇതിപ്പൊ ശരിയാക്കി തരാം. ഡാ, നീ എന്നെ വെട്ടിയല്ലേ? ശരിയാക്കി തരാടാ. ശങ്കർ സൂരജിനെ നോക്കി പല്ല് കടിച്ചു. അധികം കടിച്ച് ഞെരിക്കണ്ട, ഓൾഡ് മോഡലാ, പൊടിഞ്ഞു പോകും. അങ്ങനെയൊന്നും പൊടിഞ്ഞു പോവില്ലടാ മോനെ. ഓൾഡ് ഈസ് ഗോൾഡ്. പിന്നെ കണ്ടാലും മതി. എന്താ ബോഡി? മൈക്ക് ടൈസനാണെന്നാ വിചാരം? അതേടാ, എന്തായാലും നിന്നേക്കാൾ ശക്തി എനിക്കുണ്ട്. എന്താ ഒരു കൈ നോക്കണോ? വെല്ലുവിളി അതെനിക്ക് ഇഷ്ടമല്ല. താൻ വാടോ കളവാ, ഇപ്പൊ തന്നെ നോക്കിയേക്കാം. ഡാ, ഓ സോറി ചെറുപ്പക്കാരാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് പഞ്ചിരുവാ ഇപ്പോ. എന്നാ അത് കഴിഞ്ഞ് ഇനി വേറെ കളിയുള്ളൂ. അവർ രണ്ടുപേരും പഞ്ച് പിടിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കട്ടക്ക് പിടിച്ചെങ്കിലും ശങ്കർ തോൽക്കുന്ന അവസ്ഥയിലേക്ക് പോവാൻ തുടങ്ങി. അദ്ദേഹം നിസ്സഹായതോടെ ശക്തിയെയും മാളുവിനെയും നോക്കി. അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി. മാളു ശക്തിയെ നോക്കി സൈറ്റ് അടിച്ചു. സൂരജ്,
ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. അവൻ പറഞ്ഞു മുഴുമിക്കുമ്പോഴേക്കും മാളുവും ശക്തിയും കൂടെ സൂരജിന്റെ പുറത്തിലിട്ടൊരു തള്ളു തള്ളി. അവൻ കമിഴി നിലത്തേക്ക് വീണു. ശങ്കർ അവന്റെ പുറത്ത് കൈകുത്തി നിന്നു. 1 2 3 ഞാൻ ജയിച്ചേ. ശങ്കർ എണീറ്റിരുന്ന് കൈയടിച്ചു. സൂരജ് തിരിഞ്ഞ് മാളുവിനെയും ശക്തിയെയും നോക്കി. ഡി എന്ന് വിളിച്ച് അവൻ എണീക്കുമ്പോഴേക്കും ശക്തി ദേവേട്ട എന്ന് വിളിച്ച് ഓടി ശിവയുടെ മടിയിലേക്ക് കയറി. മാളു ഓടി മുറ്റത്തുള്ള മരത്തിലും കയറി.